എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയോന് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ പണി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കും കെട്ടിയോന് കിട്ടിയ പണി നമ്മൾ ആഘോഷിച്ച് വീഡിയോ ഇട്ടിട്ട് ആഘോഷിക്കാമല്ലോ എന്ന്. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയവരുണ്ടെങ്കിൽ ഒന്നറിയാനും അതുപോലെ തന്നെ ഇനി ആർക്കും അങ്ങനെ പറ്റാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചേട്ടന് കിട്ടിയ അടിപൊളിയായിട്ടുള്ള പണി. അപ്പോൾ ചേട്ടന് ഇങ്ങനെ ഈ ഒരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു പണി ചേട്ടനെ തേടി വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ ആഡുകൾ കാണുമല്ലോ, ഇപ്പോൾ ഓരോ ഡ്രസ്സുകളുടെ പിന്നെ അങ്ങനത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ അങ്ങനത്തെ ഒരുപാട് ആഡുകൾ കാണും. അപ്പോൾ 50% ഓഫ് 80% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോയിലൊക്കെ കാണിക്കാം. അപ്പോൾ അങ്ങനെ 2 കാർഗോ പാൻസ് 899 റുപ്പീസ്, അതായത് 900 രൂപയ്ക്ക് 2 കാർഗോ പാൻസ് എന്ന് പറഞ്ഞിട്ട് ആഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം ആ പാൻസ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, അതായത് ഫോട്ടോയിൽ കൊടുത്തത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ല ഓഫറാണല്ലോ, 899 റുപ്പീസിന് 2 കാർഗോ പാൻസ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ലാഭമല്ലേ. അപ്പോൾ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേട്ടൻ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് പരിചയമില്ലാത്ത സൈറ്റല്ലേ, മേടിക്കണോ എന്ന് ചോദിച്ചത് പിന്നെ ചേട്ടൻ പറഞ്ഞു എന്തായാലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്യാണ്ടായത്. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത ആ ഒരു സംഭവത്തിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ ഈ സൈറ്റിൽ അങ്ങനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 ദിവസം ഒക്കെ ആയിട്ടും ഒരു അനക്കുണ്ടായിരുന്നില്ലേ, ഷിപ്പിംഗ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡേ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു 6 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഡെലിവറി ബോയ് വന്നത്. അപ്പോൾ ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഈ സാധനം ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ കിട്ടി, എൻ്റെ കയ്യിലാണ് കിട്ടിയത്. അപ്പോൾ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാധനം വന്നപ്പോൾ പിന്നെ ചേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു, നമുക്കത് തിരിച്ചയക്കണോ അതോ വാങ്ങിക്കണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ, പിന്നെ എന്തെങ്കിലും ചേട്ടൻ ഓർഡർ ചെയ്തതല്ലേ നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ക്യാഷ് അങ്ങനെ കൊടുത്തു, 899 റുപ്പീസ് കൊടുത്തു. അങ്ങനെ അത് കൊടുത്ത് ഞാനാണ് ആദ്യം കണ്ടത്. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ഞാനത് പൊട്ടിച്ച് നോക്കിയതും എൻ്റെ കിളി പോയി. ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ നേരം സ്റ്റെക്കായിട്ട് നിന്നോട്ടാ. സംഭവം ഈ 900 രൂപയാണ്, പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് അത് വലിയ എമൗണ്ടാണ് കേട്ടോ. അങ്ങനെ ഈ സാധനം പൊട്ടിച്ച് നോക്കിയപ്പോൾ എന്താ പറയുക, വൃത്തികെട്ട സ്മെല്ലും സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഡ്രസ്സിൻ്റെ കളർ എന്ന് പറയുന്നത് കാർഗോ പാൻസ്, അതായത് ഒരു മറ്റേ കളറില്ലേ, എന്താ പറയുക, പോലീസ് പാൻറ്റിൻ്റെ ഒക്കെ കളർ, ഡ്രൈവർമാരുടെ പാൻറ്റിൻ്റെ കളറില്ലേ, ആ ഒരു കളറും പിന്നെ ബ്ലാക്ക് കളറുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. സംഭവം വന്നപ്പോൾ ഞാൻ കാണിച്ചു തരാം. ദേ നമുക്ക് വന്നിരിക്കുന്ന പാൻറ്റ് ദേ ഈ 2 ഐറ്റംസാണ്. ഇതിൻ്റെ തുറന്നപ്പോൾ തന്നെ ഭയങ്കര പൊടിയും അതുപോലെ തന്നെ തുമ്മലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഐറ്റം നോക്കിയൊക്കെ, അതായത് ഇത് ബ്ലാക്കാണ് സംഭവം, പക്ഷെ പൊടി പിടിച്ച് ആകെ ഒരു ബ്ലാക്കും അല്ല നരച്ചതും അല്ല, അങ്ങനത്തെ ഒരു വൃത്തികെട്ട കളറായിട്ടുണ്ട്. ഇതുണ്ടാവും കാർഗോ പാൻസ് പോയിട്ട് ഇത് നോർമൽ പാൻസ് പോലെ അല്ലെന്നൊന്നും, ഭയങ്കരമായിട്ട് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളൊരു സാധനമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എന്തൊക്കെയോ ആയിരിക്കണതാണ് ഉപയോഗിച്ചിട്ടേ. ഇതാണ് സംഭവം. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത്, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത കളർ പോലും അല്ല കേട്ടോ, അതാണ് സംഭവം. ഇതൊരു വൈറ്റ് കളറ് ആണ്, അതും ആകെ ചെളിയായിട്ട് ഒരുമാതിരി എന്തോ വല്ലാത്തൊരു കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതൊന്നിനും കൊള്ളാത്തൊരു സാധനമാണ്, സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് ആണ്. ഉപയോഗിച്ച് ഏകദേശം ഒരു 5 വർഷത്തോളം ഉപയോഗിച്ച് നാശമായിട്ടുള്ള സാധനമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കിട്ടിയോന് കിട്ടിയൊരു 8ൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് ചേട്ടനെ കാണിച്ചപ്പോഴുള്ള ചേട്ടൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ചേട്ടൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടിയപ്പോഴേ ചേട്ടന് ഭയങ്കരമായിട്ട് വിഷമമായിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ ചേട്ടനെ കുറച്ച് കളിയാക്കും ചെയ്തു. എങ്ങനെയുണ്ട്, ഇഷ്ടമായാ?
ചേട്ടനെ വിളിച്ചിണ്ടായ അവര് വിളിച്ചിണ്ടായ ഇത് ഈ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ് കേട്ടോ. ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ വന്ന ഡെലിവറി ബോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റിട്ടേൺ പോകണമെങ്കിൽ ഇതിൽ കാണുന്ന അഡ്രസ്സിൽ തന്നെ വിളിക്കണം, അതായത് ഇതിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ച് കഴിഞ്ഞാലാണ് റിട്ടേൺ പോളിസി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന ടൈം തൊട്ട് ഈ നമ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുവിട്ടാ, പക്ഷെ സ്വിച്ച് ഓഫ് എന്ന് തന്നെയായിരുന്നു ഫുൾ ടൈം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ കുറേ ദുരിതുര കംപ്ലൈൻറ്റ് പോലെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, സീൻ ചെയ്തിട്ടില്ല, ഡബിൾ ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ മനസ്സിലായി ഇത് ഭയങ്കര ഉടായ്പാണ് മനസ്സിലായി. അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരം ആർക്കും പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അങ്ങനെ നമ്മുടെ 900 രൂപ വെറുതെ അങ്ങോട്ട് പോയി എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് വന്നിരിക്കുന്നത് PR പ്രൈം ജീൻസ് കോക്ക്, ഗൗരവ് ലൈൻ, ന്യൂ ഗല്ലി, ബെഡ്ലി വില്ലേജ് സെൻറ്റർ, ഡൽഹിയിൽ നിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ ആ അഡ്രസ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ആ സൈറ്റും കാര്യങ്ങളും തന്നെ എടുക്കാൻ പറ്റണില്ല കേട്ടോ. അതിൻ്റെ നമ്മൾ ഓർഡർ ചെയ്ത ആ സൈറ്റും കാര്യങ്ങളും തന്നെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട് തട്ടിപ്പ്. നമുക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ എക്സ്പീരിയൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 900 രൂപ വെറുതെ പോയി. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയില്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡൗണായി. അതായത് ചേട്ടൻ മാത്രമല്ല കേട്ടോ, എനിക്ക് നല്ലപോലെ വിഷമമായി ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തോണ്ടിയിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഓർഡർ ചെയ്യാനൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളെപ്പോലെ മണ്ടത്തരം ചെയ്യാനിരിക്കണവരും. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് ഇതേ അടിപൊളിയായിട്ടുള്ളൊരു മണ്ടത്തരം പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് വിഷമമായി. എന്താ ചെയ്യുക, നമുക്ക് എങ്ങനെയാണ് യോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ നമ്മൾ വെറുതെ ഫുഡ് കഴിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കളയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കണക്കിന് അങ്ങനെ പോയതാന്ന് കൂട്ടാന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് ഇവരെ സംബന്ധിച്ച് ചേട്ടൻ പറഞ്ഞു അങ്ങനെ നമ്മളെ പറ്റിച്ച പൈസ കൊണ്ട് അവർ നന്നാവുകയാണെങ്കിൽ അങ്ങനെ നന്നാവട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 രൂപ നമ്മൾക്ക് വെറുതെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകരിക്കില്ല. അതിന് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്ക് ചിലവാകും എന്ന് വിശ്വസിക്കുന്നവരാണ് കേട്ടോ. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഇങ്ങനെ മനസ്സ് വരുന്നത്, മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് മനസ്സ് വരുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റി. അപ്പോൾ നിങ്ങളാരും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇതുപോലത്തെ പരിചയമില്ലാത്ത സൈറ്റുകൾ കണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്യാൻ നിൽക്കരുത്. ഞാൻ കൂടുതലും ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ ആമസോണും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് അബദ്ധവശാൽ ഇങ്ങനൊന്നും സംഭവിച്ചു പോയി. അപ്പോൾ ആരും ഇങ്ങനെ പോയിട്ട് പെടരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.